നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ് CPM നേതൃത്വം. പ്രത്യേകിച്ച് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ സ്വർണ്ണക്കൊള്ളയിൽ VIP അറസ്റ്റ് ഇനിയുമുണ്ടായാൽ വലിയ പ്രതിസന്ധിയിലേക്ക് പാർട്ടി പോകുമെന്നാണ് പാർട്ടിയുടെ ആഭ്യന്തര വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസം മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയും CPMന്റെ സംസ്ഥാന നേതാവുമായ കടകംപള്ളി സുരേന്ദ്രനെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തത് CPM ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ വലിയ സമ്മർദ്ദമുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രചരണായുധമാക്കാൻ കോൺഗ്രസ് അരയും തലയും മുറുക്കി രംഗത്തുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നഷ്ടപ്പെട്ടു പോയ ഹൈന്ദവ വോട്ടുകൾ തങ്ങളിലേക്ക് എത്തിക്കാൻ BJPയും ശബരിമല ആയുധമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഒരു ഭാഗത്ത് ശബരിമല സ്വർണ്ണക്കൊള്ള CPMനെ വലിഞ്ഞു മുറുക്കുന്ന മലമ്പാമ്പായി മാറുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് പാർട്ടി നേതൃത്വം. പരിണിത പ്രജ്ഞരായ M സ്വരാജിനെ പോലുള്ള ആളുകളൊന്നും ഒന്നും മിണ്ടാതെ ചാനൽ ചർച്ചകളിൽ പോലും പങ്കെടുക്കാതെ ഓടിയൊളിക്കുന്നത് നമ്മൾ കാണുകയാണ്. ഇടതു നിരീക്ഷകരെന്ന് പറയുന്ന ആളുകളെ ചാനൽ ചർച്ചകളിലേക്ക് തള്ളിയിട്ട അവർക്ക് ഒന്നും പറയാൻ കഴിയാതെ ആങ്കർമാരുടെയും രാഷ്ട്രീയ എതിരാളികളുടെയായ പാനലിസ്റ്റുകളുടെയും ചോദ്യങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്നതിനും കേരളം സാക്ഷിയായി മാറുകയാണ്. സ്വർണ്ണക്കൊള്ള ശബരിമല സ്വർണ്ണക്കൊള്ള CPMനെ തിരിച്ചു കടിക്കുമ്പോൾ അത് ഏത് തരത്തിലായിരിക്കും വരും ദിവസങ്ങളിൽ ചർച്ചയാകാൻ പോകുന്നത്? ഉന്നത നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ എന്ന് ജയിലഴിക്കുള്ളിലേക്ക് പോകും? വിശദമായി പരിശോധിക്കാം. സൗവർണിക PS ആണ് കൂടെയുള്ളത്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തു. PS പ്രശാന്തിനെ ചോദ്യം ചെയ്തു. കൂടുതൽ ഉന്നതരെ ചോദ്യം ചെയ്യാനുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികൾ കൂടി ഈ കേസ് അന്വേഷിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞത് ഇനിയുമേറെ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് CPMന് കൃത്യമായ പങ്കുണ്ട്. CPMന്റെ ഉന്നത നേതാക്കന്മാരുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള നടന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ദേശീയ അന്വേഷണ ഏജൻസികൾ കൂടി ഈ കേസ് അന്വേഷണം ഏറ്റെടുക്കുകയാണെങ്കിൽ അത് CPMനെ വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് സ്വർണ്ണക്കൊള്ള ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPMന്റെ അടിവേര് ഇളക്കിയ സാഹചര്യമാണുള്ളത്. ഡിസംബർ 9, 11 രണ്ട് തീയതികളെയാണ് കേരളത്തിൽ 2 ഘട്ടങ്ങളായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 4-ാം തീയതിയാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത്. പത്മകുമാർ CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ്. കോന്നിയിൽ നിന്നുള്ള മുൻ MLA ആണ്. ആ മുൻ MLA പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി തന്നെ CPM വലിയ പ്രതിരോധത്തിലേക്ക് പോയിരുന്നു എന്ന കാര്യത്തിൽ തർക്കമല്ല. പക്ഷേ ഏറ്റവും വിരോധാഭാസം ഈ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടും അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ CPM നേതൃത്വം തയ്യാറായില്ല. ഈ നിമിഷം വരെ തയ്യാറായില്ല എന്നതാണ് ഏറ്റവും ഒരു കൗതുകകരമായ ഒരു കാര്യം. കാരണം കേരളത്തിലെ കോടിക്കണക്കിന് തീർത്ഥാടകർ എത്തുന്ന ശബരിമല ക്ഷേത്രത്തിലെ സ്വർണം കൊള്ളയടിക്കപ്പെട്ടിട്ട് ആ കേസിനകർ അറസ്റ്റ് ചെയ്ത കേരളം കണ്ട ഏറ്റവും വലിയ ക്ഷേത്ര കുംഭകോണങ്ങളിൽ ഒന്നായ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ പത്മകുമാറിനെതിരെ പാർട്ടിയിൽ നിന്ന് നടപടിയെടുക്കാൻ CPM നേതൃത്വം തയ്യാറായില്ല. അത് ഞാൻ വിശ്വസിക്കുന്നത് അത്തരത്തിൽ പത്മകുമാറിനെതിരെ നടപടിയെടുത്താൽ വലിയ വെളിപ്പെടുത്തൽ പത്മകുമാറിന്റെ ഭാഗത്തുണ്ടാകും. അത് ഭയന്നിട്ടാണെന്നാണ്. എന്തായാലും വരാനിരിക്കുന്ന ദിവസങ്ങൾ CPMനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ദിവസമാണ്. ഒരു VVIPയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തൊക്കെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായി പറയാൻ സാധിക്കും? നമുക്കറിയാം, ഈ പറഞ്ഞതുപോലെ ഇടതു സർക്കാരിന് അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിക്ക് ആരെയൊക്കെയോ രക്ഷിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും പാർട്ടി പത്മകുമാറിനെ തള്ളി പറഞ്ഞിട്ടില്ല. പാർട്ടി ഇപ്പോഴും പത്മകുമാറിനൊപ്പമാണ്. ഈ പറയുന്നത് പോലെ പത്മകുമാർ ജയിലിനകത്താകുമ്പോൾ പാർട്ടി ഭയക്കുന്നുണ്ട്. പത്മകുമാറിനെ തള്ളി പറഞ്ഞാൽ പാർട്ടിയുടെ നേതാക്കളെ പത്മകുമാർ ഒറ്റുമോ, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ യഥാർത്ഥ തിരക്കഥ മെനഞ്ഞ ആളുകൾ ഉൾപ്പെടെയുള്ളവർ പുറത്തു വരുമോ എന്നൊരു ഭയം പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി പത്മകുമാറിനെ ചേർത്ത് നിർത്തുന്നത്. അത് യാതൊരു തർക്കവുമില്ല. ഈ പറഞ്ഞതുപോലെ ആദ്യം കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് എന്താണ്? താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, തന്നെ സ്വർണം കട്ടവർ അല്ലെങ്കിൽ സ്വർണം കട്ട ആളെന്ന് പറയരുതെന്നാണ് പറഞ്ഞത്. എന്താണ് മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കടകംപള്ളി ചോദ്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം കടകംപള്ളി പറഞ്ഞതുപോലെ കടകംപള്ളി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് വിശ്വസിക്കാൻ കഴിയില്ല. കടകംപള്ളി ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ഈ സ്വർണ്ണക്കൊള്ള നടക്കുന്നത്. പിന്നീട് കഴിഞ്ഞ ദിവസം PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ PS പ്രശാന്ത് 2ാം പിണറായി സർക്കാരിന്റെ, കടകംപള്ളിയുടെ സമയത്തല്ല, 2ാം പിണറായി സർക്കാരിന്റെ വാസവനും രാധാകൃഷ്ണനും ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്തുള്ള കാലഘട്ടത്തിലാണ് PS പ്രശാന്ത് ഉള്ളത്. അപ്പൊ അതും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഈ പറയുന്ന പോലെ CPM ഈ വിഷയത്തിൽ പൂർണ്ണമായി വെട്ടിലായിരിക്കുകയാണ്.
കാരണം കേരള പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ ഭക്തർക്കറിയാം CPM-ന് ഇത് ആരെയൊക്കെ ഒളിക്കാനുണ്ട്, സംരക്ഷിക്കാനുണ്ടെന്ന്. ഇനി ആരൊക്കെ വരും, മുഖ്യമന്ത്രിയുടെ പേര് ഈ വിഷയത്തിൽ വന്നാൽ പോലും കേരളം ഞെട്ടണ്ട എന്ന തലത്തിലേക്ക് ഈ വിഷയം മാറിയിട്ടുണ്ട്. നമുക്കറിയാം ശബരിമലയെ തൊട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയ്യപ്പനെ തൊട്ട് കളിച്ചപ്പോഴൊക്കെ CPM-ന്റെ കൈ പൊള്ളിയിട്ടുണ്ട്. ശബരിമലയിൽ നവോത്ഥാനം എന്ന് പറഞ്ഞ അല്ലെങ്കിൽ കേരളത്തിൽ നവോത്ഥാനം എന്ന് പറഞ്ഞ സ്ത്രീകളെ ശബരിമലയിൽ കയറ്റിയതിന് തൊട്ടു പിന്നാലെ ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ CPM-ന് ദയനീയ പരാജയമാണ് ഉണ്ടായത്. 20 സീറ്റിൽ 19 കോൺഗ്രസ് UDF വിജയിക്കുകയും ഒരു സീറ്റിൽ CPM LDF ഒതുങ്ങുകയും ചെയ്തു. അതുപോലെയാണ് ഇപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്. ഏത് വിധേനയും ഭൂരിഭാഗത്തെ ഒപ്പം നിർത്തുക എന്ന ലക്ഷ്യത്തോടെ ആഗോള അയ്യപ്പ സംഗമം നടത്തി അത് അമ്പേ പാളുകയും തൊട്ടു പിന്നാലെ ശബരിമല സ്വർണ്ണക്കൊള്ള പുറത്തു വരികയും ചെയ്ത പശ്ചാത്തലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ CPM അതിദയനീയമായി പരാജയപ്പെട്ടു. എന്തൊക്കെ പറഞ്ഞാലും ഇനി 3.5-4 മാസമേ ഉള്ളൂ അടുത്ത തെരഞ്ഞെടുപ്പിന്. ആ തെരഞ്ഞെടുപ്പിന് മുന്നിൽ ഇനി എന്തായാലും അറസ്റ്റ് ചെയ്യുന്ന VIP അല്ലെങ്കിൽ VVIP CPM-ന്റെ അകത്തു നിന്നുള്ള ആളാണെന്നാൽ യാതൊരു സംശയവുമില്ല. CPM-ന്റെ പ്രമുഖ നേതാക്കളായിരിക്കും ഇനി അകത്തേക്ക് പോകുന്നത്. അവരെ സംരക്ഷിക്കാനോ തള്ളിപ്പറയാനോ പറ്റാത്ത തലത്തിലേക്ക് CPM പ്രതിരോധത്തിലാകും. തീർച്ചയായും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസികൾ, അതായത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള CBI-യും ED-യും ഈ കേസ് ഏറ്റെടുക്കുകയാണെങ്കിൽ അത് CPM-നെ വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ കരുവന്നൂർ ബാങ്ക് കൊള്ള ED അന്വേഷിച്ചപ്പോൾ CPM-ന്റെ ജില്ലാ സംസ്ഥാന നേതാക്കന്മാർക്ക് ജയിലഴിക്കുള്ളിലേക്ക് പോകേണ്ടി വന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണിപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള ED അന്വേഷണം ഏറ്റെടുക്കുമെന്നൊരു ഭയം CPM-നെ അലട്ടുന്നത്. ED മാത്രമല്ല, CBI-യും അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേവലം ഒരു കൊള്ളയായി മാത്രം നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. കേരളം കണ്ട ഏറ്റവും വലിയ ക്ഷേത്ര കുംഭകോണങ്ങളിൽ ഒന്നാണ് ശബരിമല സ്വർണ്ണക്കൊള്ള. കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ശബരിമലയിൽ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ഈ കൊള്ളയടിച്ചു കൊണ്ടുപോയ കള്ളന്മാരെ സംരക്ഷിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതു സർക്കാരാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഈ ഒരു പശ്ചാത്തലത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇനിയും കാര്യക്ഷമമായി മുന്നോട്ട് പോകാനുണ്ട്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന അന്വേഷണത്തിൽ വരും ദിവസങ്ങളിൽ ഒരു ഉന്നതന്റെ അറസ്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആ ഉന്നതൻ CPM-മായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ആ ഉന്നതനെ അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളും വിശദാംശങ്ങളും പുറത്തു വരുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിനുമുള്ളത്. ഇപ്പോ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടി പറയുന്നുണ്ടല്ലോ, സോണിയാഗാന്ധിയെ കൂടി ഈ അന്വേഷണത്തിലേക്ക് അല്ലെങ്കിൽ SIT ചോദ്യം ചെയ്യണമെന്ന തലത്തിൽ ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ടല്ലോ. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? തീർച്ചയായും ശബരിമല സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയെ കൂടി ഇതിന്റെ സംശയ നിലയിലേക്ക് കൊണ്ടുവരാൻ കേരളത്തിലെ BJP-യും CPM-ഉം ശ്രമിക്കുന്നുണ്ട്. ഇതൊന്നും കേരളത്തിൽ വിലപ്പോവില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം സോണിയാഗാന്ധിക്ക് ഇതാരാണെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് സോണിയാഗാന്ധിയെ ഇതിലേക്ക് വലിച്ചിഴക്കാനുള്ള നീക്കം കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കെ സുരേന്ദ്രൻ ഉൾപ്പെടുന്ന ആളുകൾ കഴിഞ്ഞ ദിവസം അത്തരത്തിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഞാൻ കണ്ടു. പക്ഷേ സോണിയാഗാന്ധിയെ ഈ വിഷയത്തിലേക്ക് വലിച്ചയച്ചാൽ അത് CPM-ന് കൂടുതൽ അത് വീണ്ടും CPM-നെ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം സോണിയാഗാന്ധിയെ പോലെ ഇന്ത്യയിലെ മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ ഇത്തരത്തിൽ ഒരു കള്ളക്കേസ് അല്ലെങ്കിൽ അവരൊക്കെതിരെ അപവാദ പ്രചരണം നടത്തി മുന്നോട്ട് പോകാമെന്നാണ് CPM കരുതുന്നതെങ്കിൽ CPM-നുള്ള മറുപടി കേരളത്തിലെ സ്ത്രീകൾ നൽകുന്നതാകും എന്ന കാര്യത്തിലും തർക്കമില്ല.